ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ പൊറാട്ട. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദമാവോ ഒന്ന് കുഴച്ചെടുത്തിട്ട്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ല, അതുപോലെ കുഴച്ചെടുത്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദോശമാവിൻ്റെ പരുവത്തിൽ ഗോതമ്പ് മാവിനെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ടാണ് ഈ ഒരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോതമ്പ് മാവിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ മാവിലും ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു മാവിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് നമ്മളിത് ലാസ്റ്റ് മാവ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലൊരു ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ഈ ഒരു പരുവത്തിൽ കലക്കിയെടുത്തത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അതിനേക്കാളും ഒരിത്തിരിയും കൂടെ വളരെ കുറച്ച് ലൂസായിട്ട്, ഒരു പൊടിക്ക് ലൂസായിട്ട് വേണം ഈ ഒരു മാവ് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കലക്കിയെടുത്ത ഈ ഒരു മാവ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയില്ല, ഇപ്പോൾ എത്ര നമ്മൾ കട്ടയില്ലാതെ കലക്കിയെടുത്താലും ഒരിത്തിരിയെങ്കിലും കട്ട ബാക്കി ഉണ്ടാവും. അപ്പോൾ അതും കൂടി പോയി കിട്ടാനായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇത് ചെയ്യുക. അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഏകദേശം നമ്മുടെ ദോശമാവിനേക്കാളും ഒരിത്തിരിയും കൂടെ ലൂസായിട്ടല്ലേ നമ്മളിത് കലക്കിയെടുത്തത്. ഇനി ഇത്രയും മതി കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇനി നമുക്ക് ഈ ഒരു പൊറാട്ട ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയെടുത്തു. നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ നന്നായിട്ട് പരത്തി കൊടുക്കരുത്. ഒരിത്തിരി കട്ടി വേണം ഈ ഒരു പൊറാട്ടക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പൊറാട്ട ഒരിത്തിരി കട്ടിയിലല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു കനത്തിൽ തന്നെ നമുക്കിത് പരത്തി കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. എന്നിട്ട് ചെറിയ ഡോട്ട്സൊക്കെ വരും. അതിനുശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലേ നന്നായിട്ട് ഇങ്ങോട്ട് പൊള്ളി വരുള്ളൂ നമ്മുടെ പൊറാട്ടൻ്റെ പോലെ നന്നായിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു തവണയും കൂടെ മറിച്ചിടുക. അതിനുശേഷം തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ പൊങ്ങി വരും. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഒരിത്തിരി സമയം എടുത്തിട്ട് ചെയ്യണ ഒരു പൊറാട്ടയാണിത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് ചുട്ടെടുക്കുമ്പോഴും നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ജോലിൻ്റെ ഇടയിൽ കൂടെ കിച്ചണിൽ തന്നെ വേണം. ആ ഒരു ജോലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതും ചുട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്, നമുക്ക് വേറെ ജോലി നടക്കും ഇത് ചുട്ടെടുക്കുമ്പോഴേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് കറിൻ്റെ കൂടെ ഇത് പോകും കേട്ടോ. നല്ലൊരു മസാലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം പിന്നെ നെയ്യൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ന്യൂട്ടല്ലേ അല്ലെങ്കിൽ ജാമൊക്കെ വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇത് രാവിലെ നമ്മൾ ചുട്ടെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയായാലും വൈകുന്നേരം വരെ ഒരു കേടും കൂടാണ്ട് ഇരിക്കും കേട്ടോ. ഒട്ടും ബലമൊന്നും വെക്കൂല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ എൻ്റെ ചാനലോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.